നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനാണ് സ്തോത്രം. കുടുംബജീവിതത്തിന്മേൽ കർത്താവിൻ്റെ കൃപയുണ്ടായിരിക്കണം. ഏത് ഉദ്ദേശത്തിന് വേണ്ടി അത് സ്ഥാപിക്കപ്പെട്ടുവോ അത് നിറവേറുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെല്ലാം ക്ഷമിക്കണമേ. കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണം. യേശുവിൻ്റെ നല്ല നാമത്തിൽ പിതാവേ, ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. നല്ല പ്രഭാതത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഈ ഞായറാഴ്ച ആലയത്തിലേക്ക് കടന്നു വന്ന എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവ കൃപയനുഭവിപ്പാൻ കർത്താവ് നമ്മെ എല്ലാവരെയും ഇടയാക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയൊക്കെ ഉണ്ടാകുവാൻ ദൈവത്തമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഇന്ന് നിലനിൽക്കുന്ന സ്നേഹം, കുടുംബ ജീവിതം എന്നുള്ളതായിരിക്കുന്ന വിഷയമാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഇന്ന് വായിച്ചു കേട്ടതായിരിക്കുന്ന വേദഭാഗങ്ങൾ എല്ലാം സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കുന്ന ഓരോ കല്ലുകൾ സ്നേഹത്തിൻ്റെതാണ്. ഈ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒരു വീട്ടുകാരെന്നെ വിളിച്ചു, അച്ഛാ ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് വരെ വരുമോ, ഇപ്പം തന്നെ ഞങ്ങൾക്ക് വരണം. ഞാൻ കൊല്ലപ്പള്ളിയിൽ ഞങ്ങളുടെ ഒരു വീട്ടിൽ പോകാനായിട്ട് നിൽക്കുകയാണ്. ഇല്ല അച്ഛൻ ഒരു 5 മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടി തരണം, അതുകൊണ്ട് ഞങ്ങൾ ഓടി വന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പൊക്കോളാം, അച്ഛൻ 5 മണിക്ക് പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു. അവർ 4:45 വന്നു, പോയത് 5:30 മണിക്കാണ്. 3 വർഷം ഒരു ബൈബിൾ കോളേജിൽ പഠിച്ചതായിരിക്കുന്ന ഒരു മോൻ, കാത്തലിക് ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു കുഞ്ഞ്, അവനും അവൻ്റെ മാതാവും കൂടെ വന്നത്. കുടുംബജീവിതം വല്ലാതെ തകർന്ന് തരിപ്പണമായി. എങ്ങനെ ഒരു പിതാവ് ഇടപെടരുത് എന്നുള്ളതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് ആ പ്രിയ മകൻ്റെ പിതാവ്, ആ കടന്നു വന്ന മോൻ്റെ പിതാവ്. അവനോട് പറഞ്ഞ, അച്ഛാ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരാഗ്രഹമുണ്ട്, എൻ്റെ അപ്പനെ എനിക്കൊന്ന് കൊല്ലണം. ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ബൈബിൾ കോളേജിൽ 3 വർഷം പഠിച്ച ഒരു പയ്യൻ പറയുകയാണ്, എനിക്ക് എൻ്റെ പിതാവിനെ കൊല്ലണം. നമ്മളിവിടെ അടുത്തൊരു സ്ഥലത്തു നിന്നാണ്. അവനോട് സംസാരിച്ചിരുന്നിട്ട് ഞാൻ 5:30 വരെ 3/4 മണിക്കൂർ ഞാൻ വേസ്റ്റ് ചെയ്തു. അവന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. ആ പയ്യൻ ഇങ്ങനെ കരയുക. 23 വയസ്സുള്ള ഒരു പയ്യൻ, 3 വർഷം ബൈബിൾ കോളേജിൽ പോയി പഠിച്ചവൻ. അവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ പിതാവിനെ കൊല്ലണം എന്നുള്ള എൻ്റെ ആഗ്രഹം. ഞാൻ എന്താ കാരണം? എൻ്റെ പിതാവ് എന്നെയോ എൻ്റെ മാതാവിനെയോ എൻ്റെ സഹോദരനെയോ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല. ഒരു ചെറിയ വാക്ക് പോലും സ്നേഹത്തിൻ്റേത് എന്നോട് സംസാരിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ അപ്പൻ്റെ സഹോദരിയുടെ മക്കളോട് വളരെ സന്തോഷത്തോടെ സംസാരിക്കുകയും അവരോട് വളരെ സ്നേഹമായിട്ട് ഇടപെടുകയും അവർക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കതിൻ്റെ എൻ്റെ അപ്പനെ വെറുപ്പാണ്. ഞാൻ ആ പ്രിയ മകനോട് പറഞ്ഞു, മകനെ നീ നിൻ്റെ അപ്പനെതിരായിട്ട് ഒരു വാക്ക് പോലും ശബ്ദിക്കരുത്, ഒന്നും നീ പറയരുത്. എൻ്റെ അപ്പനെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ എതിരായിട്ട് നീ ശബ്ദിക്കരുത്. അവനിങ്ങനെ കരയുക. ഞാൻ പറഞ്ഞു, നീ പിന്നീട് ഒരിക്കൽ വരാൻ പറഞ്ഞിട്ട് പോകേണ്ടെന്ന് ധൃതിയുള്ളതുകൊണ്ട് അവനെ എന്നെ പറഞ്ഞയച്ചു. എന്നാൽ നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് ഒന്ന് നോക്കുന്ന ഒരു സമയമായി. നമ്മുടെ കുടുംബജീവിതം എപ്രകാരമായിരിക്കുന്നു? പലപ്പോഴും നമ്മൾ
കണ്ടുപിടിക്കുന്ന ഒരു സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ആരാ? നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആരാ? സംശയം. ഇതിപ്പോൾ ആരാന്നുള്ള കാര്യം നമുക്കുള്ളിൽ സംശയമുണ്ട്, എനിക്കറിയാം. ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കണ്ണാടിയാന്നാ പറയുന്നത്. മുഖം നോക്കുന്ന കണ്ണാടി. നമ്മൾ അതിൻ്റെ മുൻപിൽ പോയി നിന്ന് കരഞ്ഞാൽ അത് കരഞ്ഞു കാണിക്കും. നമ്മൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി ചിരിച്ചാൽ അത് ചിരിച്ച് കാണിക്കും. നമ്മൾ എന്താണോ അതിന് അങ്ങോട്ട് കൊടുക്കുന്നത് അത് അതുപോലെ തിരിച്ചു തരുന്ന കണ്ണാടി മാത്രമേ ഉള്ളൂ. നമ്മെ കാണുന്നതും കണ്ണാടിയിലൂടെ മാത്രമാണ്. അതിനർത്ഥം ഇന്ന് കുടുംബങ്ങളിലെല്ലാം ഈ സ്നേഹത്തിന്റെ ഉറവ വറ്റിപ്പോയി എന്ന് നമുക്ക് മനസ്സിലാക്കൊണ്ട് സാധിക്കും. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ വേദപുസ്തകത്തില് എത്രമാത്രം അധ്യായങ്ങളാണ് കുടുംബജീവിതത്തെക്കുറിച്ച് പറയുന്നത്, വിവാഹത്തെക്കുറിച്ച് പറയുന്നത്. ദൈവികമല്ലാത്ത വിവാഹത്തിൽ ഏർപ്പെട്ട് അസമാധാനത്തിലും പെറുപെറുപ്പിലും പോകുന്ന എന്തുമാത്രം കുടുംബങ്ങളെ ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ കുടുംബജീവിതത്തിലാണ് സ്നേഹത്തിന്റെ കണ്ണികൾ നമ്മൾ വിളക്കി ചേർക്കേണ്ടത്. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു 10 പേര്, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു 10 പേരുടെ പേര് നിങ്ങളൊന്ന് എഴുതണം വീട്ടിൽ പോയിട്ട്. എത്ര പേര്? ഇപ്പൊ തന്നെ നിങ്ങൾ പറയും അത്രയൊന്നും ഇല്ല അച്ഛാ മതി, ഉള്ളത്രയും എഴുതിക്കും. നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന 10 പേരുടെ പേരെഴുതണം. എന്നിട്ട് ആ 10 പേരിൽ നിന്ന് ഒരാളെ വെട്ടിക്കളയാനായിട്ട് പറയുകയാണെങ്കിൽ ആരെ വെട്ടിക്കളയും? നിങ്ങളുടെ അമ്മായപ്പൻ, അമ്മായിയമ്മ, മോള്, മോന്, ഭർത്താവ്, ഭാര്യ, അടുത്തുള്ള ആളുകൾ. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന 10 പേരുടെ പേരെഴുതിയിട്ട്, അത് വേദനയാണ് ഈ 10 പേരുടെ പേരിൽ നിന്ന് ഒരാളെ വെട്ടിക്കളയുക എന്ന് പറയുന്നത്, കട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ കട്ട് ചെയ്ത് 9 പേരാകുമ്പം അടുത്തൊരാളെ കൊണ്ട് കട്ട് ചെയ്യണം. അങ്ങനെ കട്ട് ചെയ്ത് 2, 3, 2 വന്ന് അവസാനം നിർത്തിയിരിക്കുന്ന ആരെയാണ്? നിങ്ങൾ ബുദ്ധിയുള്ളവരായതുകൊണ്ട് ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അച്ഛൻ ചോദിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളൊരു പേര് കരുതി വെച്ചിട്ട് ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ എന്ന്. എത്രയെല്ലാം പ്രയാസങ്ങളും ഭാരങ്ങളും ഉണ്ടെങ്കിലും അവസാനം നമ്മൾ കട്ട് ചെയ്യാതെ നിർത്തുന്നത് നിങ്ങളുടെ പങ്കാളിയായിരിക്കും, അല്ലെങ്കിൽ ആയിരിക്കണം. അതാ കുടുംബജീവിതത്തിൻ്റെ മഹത്വം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 5 പേര് വന്നു കഴിഞ്ഞ് 4ാമത് മോനെ വെട്ടണം, 3ാമത് മോളെ വെട്ടണം, പിന്നീട് കൊച്ചുമക്കളെ വെട്ടണം. വലിയ പ്രയാസമാണ്, നടക്കുകയില്ല. വലിയ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി എഴുതി ഒരു 10 പേരെ എഴുതി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്ക്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊക്കെ പ്രയാസങ്ങളോ ഭാരങ്ങളോ ഉണ്ടെങ്കിലും കുടുംബജീവിതത്തിന് അത്രത്തോളം പ്രാധാന്യം വിശുദ്ധ വേദപുസ്തകം കൽപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തില് കുടുംബജീവിതത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവൻ തനിയെ ഇരിക്കുന്നത് നല്ലതല്ല. അപ്പൊ അവന് തക്കതായിരിക്കുന്ന തുണ, അതുകൊണ്ട് നമ്മൾ തേടിപ്പോകേണ്ട ആവശ്യമില്ല. നമുക്ക് പറ്റുന്ന ഒരു പരാജയം അവിടെയാണ്. ഇതിലേതാണ് എൻ്റെ തക്കതായ തുണയെന്നും പറഞ്ഞ് നമ്മൾ അന്വേഷിച്ച് നടക്കുമ്പോൾ, നമ്മൾ പുറമേ ഉള്ളത് കാണുമ്പോൾ ദൈവം ഉള്ളിലുള്ളതിനെ അറിയുന്നവനാണ്. ഇപ്പൊ ഒരു മനുഷ്യന് തക്കതായ തുണയായിട്ടാണ് ദൈവം കുടുംബമെന്ന വ്യവസ്ഥ ഉണ്ടാക്കിയത് എന്ന് നമ്മൾ മറന്നു പോകരുത്. ആ ഒരു കുടുംബത്തിൽ പ്രയാസമുണ്ടായാൽ അത് സമൂഹത്തിലേക്ക് ബാധിക്കുകയും നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും അത് ശിഥിലമാക്കി കളയും. മനുഷ്യന് ജൈവ ആവശ്യങ്ങൾ, ഓർഗാനിക് നീഡ്സ് എന്ന് പറയും. അവൻ്റെ ആഹാരവും
അവന് വേണ്ടതായിരിക്കുന്ന വെള്ളവും അവന് ആവശ്യമായിരിക്കുന്ന ശാരീരിക ആവശ്യങ്ങളും അത് നിറവേറ്റപ്പെടുക തന്നെ വേണം. അത് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള സംഭവമാണ്. എന്നാൽ ഇന്ന് എല്ലാം മലീമസമായതുപോലെ തന്നെ കുടുംബജീവിതവും മലീമസമായിരിക്കുക. അത് അതിൻ്റെ അങ്ങേയറ്റത്തെ വികൃതമായിരിക്കുന്ന ഒരു രൂപത്തിലേക്ക് ഇന്ന് കുടുംബജീവിതം മാറിയിരിക്കുക. ഒരു സ്ഥലത്തും സമാധാനമോ സ്വസ്ഥതയോ കാണുവാൻ പറ്റുന്നില്ല. ഞാൻ നേരത്തെ നിങ്ങളോടൊരു കഥ നടന്നൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്ത് താമസിക്കുന്ന കുറേയധികം ആളുകൾ അവരുടെ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും മാറുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും, അടുത്ത് താമസിക്കുന്നവരാ. ആ ആളുകൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതായിരിക്കുന്ന സമയത്ത് ഞാൻ അവിടേക്ക് അച്ഛനെ വിളിച്ചു ചോദിച്ചു, അച്ഛാ ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നു നിങ്ങളുടെ ദേശം, നമ്മുടെ ഒരു പള്ളിയുടെ അടുത്താണ്, നമ്മുടെ CSIക്കാർ വല്ലവരും അവിടെ ഉണ്ടോ? അച്ഛൻ പറഞ്ഞു 2 കുടുംബമുണ്ട്, അച്ഛനവിടെ പോവോ? ഞാനവിടെ പോകാറില്ല, പോകണമെങ്കിലും എല്ലാ കമ്മിറ്റിക്കാരും ഉണ്ടെങ്കിലേ ഞാൻ അവിടെ പോകത്തുള്ളൂ. ചെന്ന കാര്യം ഈ കാര്യം പറഞ്ഞില്ല, ഒരല്പം ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാച്ച. ഒരു ദേശത്തുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയെയും ഭർത്താവിനെയും വെച്ച് മാറുന്ന ഒരു സ്വഭാവം എത്ര വികൃതമായിട്ടാ ഇന്ന് കുടുംബജീവിതം പോകുന്നത്. ദിനംതോറും നമ്മൾ കാണുന്നതായിരിക്കുന്ന പേപ്പർ ന്യൂസ്. നമ്മുടെ ആലപ്പുഴയിലെ ഒരു സഹോദരൻ എത്ര സഹോദരിമാരെ കൊന്നുകൂടിയെന്ന് അറിയത്തില്ല, ഒരു പ്രായമുള്ള മനുഷ്യനാണ്. ഇന്ന് ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും വിശ്വസിപ്പാൻ പറ്റില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഈ കുടുംബജീവിതം ഈ ലോകത്തിൽ സ്ഥാപിച്ചത് ദൈവമാണെങ്കിൽ അവനൊരു ഉദ്ദേശമുണ്ട്. പുതിയ നിയമം ആരംഭിക്കുമ്പോഴും ഒരു വിവാഹ വീട്ടിലെ കുറവ് തീർത്തുകൊണ്ടാണ് കർത്താവ് ആദ്യത്തെ അത്ഭുതം ചെയ്തത്, കാനാവിലെ കല്യാണത്തിന്. ആ വീട്ടിലെ രസം തീർന്നു പോയി, മുന്തിരി തീർന്നു പോയി. മുന്തിരി എന്ന് പറയുന്നത് നമുക്ക് ആശ്വാസവും സന്തോഷവും ഉന്മേഷവും നൽകുന്നതാണ്. അത് തീർന്നുപോയി. നമ്മുടെ ഭവനത്തിലെ മുന്തിരിച്ചാറിന്റെ അനുഭവം തീർന്നു പോയിട്ട് എത്ര നാളായി? ആർക്കും ഒരുപക്ഷെ അറിയുന്നുണ്ടാവത്തില്ല. ഇന്നലത്തെ ന്യൂസിൽ നിങ്ങൾ ഒരുപക്ഷെ ഒരു കാര്യം വായിച്ചു കാണും. 10 വർഷമായിട്ട് ഭാര്യയും ഭർത്താവും സംസാരിച്ചിട്ടില്ല. 10 വർഷമായി ഭാര്യയും ഭർത്താവും സംസാരിച്ചിട്ട്. സ്നേഹത്തിന്റെ ഉറവ് ആ ഭവനത്തിൽ നഷ്ടപ്പെട്ടു പോയി. പിന്നെ അവർ പരസ്പരം കാര്യങ്ങൾ പറയുന്ന മക്കളിലൂടെയും എഴുതി വെക്കുന്ന കുറിപ്പിലൂടെയും പരസ്പരം സംസാരിക്കുകയല്ല. ഞാനിത് കഴിഞ്ഞ ദിവസം കുറേയധികം ദൈവദാസന്മാരുടെ ഇടയിൽ പറഞ്ഞപ്പോൾ അതിലൊരു ആള് പറഞ്ഞു, അച്ഛാ അത് 10 വർഷമല്ലേ, ഞാൻ 15 വർഷമായി സംസാരിച്ചിട്ട്, ഇന്നും ദൈവവേലക്കാരനുമാണ്. അയാളിത് കരയോ? എന്നിട്ട് ഞാൻ എൻ്റെ ഭാര്യയെ എൻ്റെ ഫീൽഡിൽ കൊണ്ട് താമസിപ്പിക്കുകയില്ല, കാരണം എല്ലാവരുമായിട്ട് വഴക്കുണ്ടാക്കും, വീട്ടിലും പ്രശ്നമാണ്. 15 വർഷമായി. അപ്പൊ നമ്മുടെ ഭവനങ്ങളിലെ ഈ സ്നേഹത്തിന്റെ ഉറവ, ഈ ഉന്മേഷം തരുന്ന, ആശ്വാസം തരുന്ന ഉറവ വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്നേക്കും നിലനിൽക്കുന്ന ഒന്ന് സ്നേഹമാണ്. ആ സ്നേഹത്തിലായിരിക്കണം. സ്നേഹം എന്ന് പറയുന്നത് വാങ്ങിക്കുന്നതല്ല, കൊടുക്കുന്നതെന്ന് ഓർക്കണം. ഭാര്യയും ഭർത്താവും ക്രിസ്തുവും തൃത്വത്തിന് നിഴലാണ്. ഈ മൂന്നിന്റെ ഏതെങ്കിലും ഒന്നിന്റെ അഭാവം, ഒന്നിലുള്ള അശ്രദ്ധ അത് കുടുംബജീവിതത്തെ തകർത്ത് കളയും. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ക്രിസ്തുവിനോട് ചേരുന്ന ഒരു നിമിഷമാണ് വിവാഹം അല്ലെങ്കിൽ മാരേജ് എന്ന് പറയുന്നത്, കുടുംബജീവിതം. അങ്ങനെ ക്രിസ്തുനാഥനായിരിക്കുന്ന ഒരു ഭവനത്തിൽ നിന്ന് ഉൽപ്പാദിതമാകുന്ന മക്കൾ വിശുദ്ധരാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിപ്പിക്കുന്നു. അതാ കുടുംബജീവിതത്തിന്റെ ലക്ഷ്യം. വിശുദ്ധ ജനം, വിശുദ്ധ പ്രജ ഈ ലോകത്തിലുണ്ടാവണം. മനുഷ്യന്റെ ഇഷ്ടത്താലല്ല, സ്ത്രീയുടെ ഇഷ്ടത്താലുമല്ല, ദൈവിക സന്തതി ഈ ഭൂമിയിൽ ഉണ്ടാവണം. അപ്പൊ നമ്മുടെ ശാരീരികവും മാനസികവും
ആയിരിക്കുന്ന കാര്യങ്ങൾ നേർപാതയിൽ കൊണ്ടുപോകുവാൻ ദൈവം തമ്പുരാൻ തന്ന ഒരു സിസ്റ്റമാണ് കുടുംബജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. രണ്ട്, ഒരു മനുഷ്യന് പ്രൊട്ടക്റ്റീവ് നീഡ്സ് എന്ന് പറയും. പ്രതിരോധിക്കുന്നതായിരിക്കുന്ന ആവശ്യങ്ങളുണ്ട്. അത് സ്വന്തമായ ഭവനം, സ്വന്തമായ പങ്കാളി, സ്വന്തമായ വരുമാനം, നമ്മെ തന്നെ സംരക്ഷിക്കുന്നതാണ് ഇതൊക്കെയും. സ്വന്തമായ ഒരു ഭവനം നമ്മുടെ ആഗ്രഹമാണ്. സ്വന്തമായ ഒരു ജീവിത പങ്കാളി നമ്മുടെ ആഗ്രഹമാണ്. സ്വന്തമായ ഒരു വരുമാന മാർഗം നമ്മുടെ ആഗ്രഹമാണ്. അത് കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ കുടുംബം ഒരുമിച്ച് അതിന് ചില വ്യവസ്ഥകളുണ്ട്. ആരധ്വാനിക്കണം? ഇന്ന് ഭാര്യയും ഭർത്താവും അധ്വാനിക്കുന്നു, ഒന്നും ഉണ്ടാകുന്നില്ല, അല്ലേ? സാമ്പത്തികമില്ല. എവിടെയൊക്കെയോ ഒരു തകരാറ് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ താഴോട്ട് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഇമോഷണൽ നീഡ്സ് ഉണ്ട്. നമുക്കുണ്ടാകുന്ന ഇമോഷൻസ് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എപ്പോഴും നമുക്ക് സന്തോഷമല്ല, എപ്പോഴും സമാധാനമല്ല, സങ്കടമുണ്ട്, സന്തോഷമുണ്ട്, സന്താപമുണ്ട്. ഇതൊക്കെ മാറി മാറി നമ്മുടെ ജീവിതത്തിൽ വരും. ഇമോഷണൽ ഐക്യു നേരെ പോയില്ല എങ്കിൽ എത്ര വിവരമുള്ള, എത്ര സമ്പത്തുള്ള വ്യക്തിയും തകർന്നു പോകും. അതുകൊണ്ടാണ് ഭർത്താവിനോട് പറയുന്നത്, അവളുടെ സങ്കട സമയത്തും അവളുടെ സന്തോഷ സമയത്തും എപ്പോഴും ഭർത്താവിൻ്റെ ഉത്തരവാദിത്വമാണ് അവളോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത്. ഇമോഷണൽ നീഡ്സ്. മുമ്പേ കണ്ണാടിയുടെ കഥ പറഞ്ഞല്ലോ. നമ്മളോടൊപ്പം കരയുവാനും നമ്മളോടൊപ്പം ചിരിക്കുവാനും ഇന്ന് ഈ ലോകത്തിൽ ഒരു കണ്ണാടി മാത്രമേ ഉള്ളൂ. അതിന് മുമ്പിൽ പോയതെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ ആരുടെ മുമ്പിലും നമുക്ക് നമ്മുടെ മനസ്സ് തുറക്കുവാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് കുടുംബജീവിതം മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെയോ ദുഃഖങ്ങൾ പേറിയാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. ചിലപ്പോൾ നമ്മൾ ഇന്നലകളിലാണ് ജീവിക്കുന്നത്, ചിലപ്പോൾ നമ്മളെ വരുവാനുള്ള ഭാവിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ആരും ജീവിക്കുന്നില്ല. ഇതിന്റെ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ നിലവിളികളോ ഒന്നും നമ്മൾക്ക് നമ്മൾ കഴിഞ്ഞു പോയ ചില കാലങ്ങളിലാണ് ജീവിക്കുന്നത്. കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്, നീ ഇന്ന് എന്നോട് കൂടെ ജീവിക്കണം. അപ്പൊ ദൈവം തമ്പുരാനാണ് കുടുംബജീവിതം ആരംഭിച്ചെനിക്ക് എല്ലാം കൂടെ പറയാനായിട്ട് സമയമില്ല. അതിന്റെ കേടുപാടുകളെ തീർക്കുന്നവനും അതിന് രസം തരുന്നവനും കർത്താവാണ്. വീണ്ടും നമ്മൾ വായിക്കുന്നത്, വിവാഹം എന്ന് പറയുന്ന 2-ാം പാഠം വായിച്ചു കേട്ടപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചായിരിക്കാം. എബ്രായ ലേഖനത്തിൽ പറയുകയാണ്, വിവാഹം മാന്യവും കിടക്ക വിശുദ്ധവുമാണ്. നമ്മുടെ കുടുംബജീവിതത്തിന് വിശുദ്ധി ആവശ്യമാണ്. ആ വിശുദ്ധിയിലേക്ക് നമ്മൾ വളരുമ്പോഴാണ് ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ, ഭർത്താവ് ഭാര്യയെ വിശ്വസിക്കുമ്പോൾ അതിനെതിരായിട്ട് ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വരുവാനായിട്ട് പാടില്ല. അനേക കുടുംബജീവിതങ്ങളും താഴ്ന്നു പണ്ടങ്ങോ ചെയ്തു പോയതായിരിക്കുന്ന ചില കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഇന്നും കുടുംബജീവിതത്തെ കെട്ടിയിട്ടിരിക്കുക. ഒരിക്കലും ഒരു വളരെ വലിയൊരു ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനാണ് വന്നത്. അവിടെ ചുരുക്കിയാതെന്ന് പറയാം. പ്രാർത്ഥിക്കാമെന്നല്ല, അവർ വിവാഹത്തിന് വന്നപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കുന്ന അച്ഛനാ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിരുന്നു. അച്ഛാ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ട് പോകാമെന്നാണ്. വലിയ ഉദ്യോഗസ്ഥരാണ്. അതിൻ്റെ മുമ്പിൽ ഇതിൻ്റെ ഭാര്യയും ഭർത്താവും. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ സംസാരിച്ച് വന്ന കൂട്ടത്തിൽ ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ നിങ്ങളുടെ ജീവിതം സങ്കടകരമായിട്ടാണല്ലോ പോകുന്നത്. രണ്ടുപേരും ഒരുമിച്ച് എന്നോട്, ഇല്ല അച്ഛാ വളരെ സന്തോഷമാണ്. ഞാൻ പറഞ്ഞു, അല്ല, നിങ്ങളുടെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയൊരു കരട് കിടപ്പുണ്ട്. അപ്പോൾ ഭാര്യയ്ക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിരിക്കുക, എന്താ ഇനി അച്ഛൻ പറയാൻ പോകുന്നത്. ഞാൻ വീണ്ടും ഇല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു പ്രയാസമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാസ്റ്റ് പറഞ്ഞു, ഉണ്ട് അച്ഛാ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഭാര്യയ്ക്ക് ഭയങ്കര വല്ലാത്തൊരവസ്ഥയിലായി അവർ. ഞാൻ ചെന്ന പ്രശ്നം, ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ പ്രശ്നം, ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ പ്രശ്നം. ചെന്ന കുഴപ്പം. അച്ഛാ ഞാൻ വിവാഹം കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കുളിച്ചിട്ട് വരുമ്പോൾ മേശപ്പുറത്ത് ഒരു ഗ്ലാസ് വെള്ളം വേണം. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം. എന്ത് സ്വഭാവം എന്നോട് ചോദിക്കില്ല, എനിക്കറിയില്ല.
കുളിച്ചിട്ട് പുറത്തിറങ്ങി വരുമ്പോൾ മേശയുടെ പുറത്ത് ഒരു ഗ്ലാസ് വെള്ളം വേണം. പുതുമോടിയിൽ ഭാര്യ ഈ വെള്ളം കൃത്യമായിട്ട് വെച്ചു. രണ്ടുപേർക്കും ജോലിയുണ്ട്. കുറേ നാൾ കഴിഞ്ഞപ്പോഴേ വല്ലപ്പോഴും ആയി, പിന്നെ വെള്ളം വെക്കാതെയായി. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത് വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കി വെച്ചു. ഇവളെന്നെ അനുസരിക്കുകയല്ലാത്തവളാ, ഇവളെന്നെ മാനിക്കാത്തവളാണ്. അദ്ദേഹം ഇതെല്ലാം ചിന്തിച്ചു കൂട്ടിയിട്ട് വെള്ളം പിന്നെ അവർ വെച്ചിട്ടേ ഇല്ല. പിന്നെ ഒരിക്കലും കണ്ട് അവർ പറഞ്ഞു, ഞാനും ധൃതിയാ, നിങ്ങളും ധൃതിയാ, നിങ്ങൾ വെള്ളം എടുത്ത് കുടിച്ചോളാൻ പറഞ്ഞു. അത് അദ്ദേഹത്തിന് വല്ലാത്ത പ്രശ്നമായി. ആ ഒരു ചെറിയ പ്രശ്നം ഉള്ളിൽ വളർന്ന് ഇവരെ റിജക്റ്റ് ചെയ്യുന്ന, ഇവരുടെ സ്നേഹത്തെ തടുത്തു നിർത്തുന്ന ഒരു ശക്തിയായിട്ട് അത് മാറി. അപ്പോൾ ആ സ്ത്രീ അവിടെ നിന്ന് നിലവിളിക്കാൻ തുടങ്ങി. അച്ഛാ, ഇത് ഇയാൾ എന്നോട് തുറന്നു പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം ചീറ്റപ്പുലിയെ പോലെ ആ സമയത്ത്, ഞാൻ എത്രയോ പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുളിച്ചിട്ട് വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം മേശപ്പുറത്ത് വേണം. അപ്പോൾ അദ്ദേഹം ഭയങ്കര പ്രശ്നത്തിലായി. ആ ദേഷ്യം മുഴുവൻ ഉള്ളിൽ കിടക്കുക, റിലീസായിട്ടില്ല. ഇമോഷണൽ നീഡ്സ്. ഭാര്യയും ഭർത്താവും പരസ്പരം ഈ ഇമോഷണൽ പരമായിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുവാനും ശ്രദ്ധിക്കുവാനും തുടങ്ങുമ്പോൾ ജീവിതം സന്തോഷകരമായിട്ട്, കിടക്ക മാന്യമായിരിക്കണം. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്, എന്തെല്ലാം പ്രയാസങ്ങളാണ് കിടക്കുന്നത്. പരസ്പരം സ്നേഹിക്കുമ്പോൾ മാത്രമാണ് ലംഘനങ്ങൾ മറന്നു പോകുന്നത്. സ്നേഹിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ കുറവുകളെ നമ്മൾ മറന്നു പോകുന്നത്. അത് ദൈവത്തിൻ്റെ വലിയ ഒരു പ്രവൃത്തിയാണ്. നമ്മൾ ചെയ്യുന്നത് മറക്കേണ്ടുന്ന കാര്യത്തെ ഓർമ്മ വയ്ക്കുകയും ഓർമ്മ വയ്ക്കേണ്ടതിനെ മറന്നു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ആവശ്യമില്ലാത്ത എല്ലാം നമ്മൾ ഓർത്തിരിക്കുക. നമ്മുടെ സ്നേഹബന്ധം ഇമോഷണൽ കാര്യത്തിൽ എവിടം വരെ ആയിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. ഭർത്താവിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് സ്നേഹിക്കണം, പോറ്റി പുലർത്തണം, ബഹുമാനത്തോടെ ഇടപെടണം. മറന്നുപോകല്ല, ഞാൻ ചുരുക്കി എൻ്റെ പറഞ്ഞതേ ഉള്ളൂ. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, പോറ്റി പുലർത്തണം, ബഹുമാനിക്കണം. ബലഹീന പാത്രം എന്നറിഞ്ഞ് അവളെ ബഹുമാനിക്കണം. അത് ബലഹീന പാത്രങ്ങൾ തന്നെയാണ്. ഏറ്റവും മനോഹരമായിരിക്കുന്ന ചിത്രമാണ് 128 സങ്കീർത്തനത്തിലുള്ളത്. ഞാനത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവിടെ ഭാര്യയെക്കുറിച്ച് പറയുന്നത് ഈ ഫലപ്രദമായ മുന്തിരിവള്ളിയാണ്. ഭാര്യ ഫലപ്രദമായിരിക്കുന്ന മുന്തിരിവള്ളിയായിരിക്കണം ഭവനത്തിൽ. ഭർത്താവ് അധ്വാനശീലനായിരിക്കാൻ മുകളിൽ പറയുന്നുണ്ട്, നിന്റെ അധ്വാനത്തിന്റെ ഫലം നീ തിന്നും. ഭർത്താവ് അധ്വാനിച്ചു കൊണ്ടുവരുന്നതിന്റെ ഫലം ആണ് ഭാര്യ. എന്നത് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു വാക്യമാണ്. ഭർത്താവ് നല്ല കഠിനാധ്വാനി ആകുന്നുവെങ്കിൽ മാത്രമേ ഒരു ഭവനം ഭംഗിയായിട്ട് അഭിവൃദ്ധിയിലേക്ക് വരത്തുള്ളൂ. തൊഴിലുറപ്പും കൂടി ഇല്ലാതെ ആയിപ്പോയായിരുന്നെങ്കിൽ എന്ത് പ്രശ്നമായിരുന്നു ആലോചിച്ച് നോക്കി. ഭാര്യമാർ തൊഴിലുറപ്പിന് പോയില്ലായിരുന്നെങ്കിൽ ഭക്ഷിക്കാനില്ലാത്ത എത്ര വീടുണ്ടെന്നറിയാവോ. ഭർത്താവ് ഇങ്ങനെ നോക്കിയിരിക്കുക, അവൾ ശമ്പളം കൊണ്ടുവരുന്നത് നോക്കി ചെലവഴിക്കാൻ. വേദപുസ്തകം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ഭർത്താവ് കഠിനാധ്വാനിയാണെങ്കിൽ അവന് ലഭിക്കുന്ന നന്മയാണ് ഭാര്യ. വേദപുസ്തകം ഭാര്യയെക്കുറിച്ച് പറയുന്നത് സദൃശവാക്യത്തിൽ പറയുന്നത്, വീട്ടിൽ പോയി വായിച്ചാൽ മതി, ഓർത്തിരുന്ന 18-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ, 12-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഭാര്യ നന്മയാണെന്നും ഭാര്യ പുരുഷന്റെ കിരീടമാണെന്നും ഒക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഒരു പുരുഷന് ലഭിക്കുന്ന നന്മയാണ് നല്ല ഭാര്യ. ഒരു പുരുഷന്റെ കിരീടമാണ് നല്ല ഭാര്യ. വീണ്ടും ഭാര്യയെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ അവൾ തക്ക തുണയാ, തക്ക വിനയല്ല, തക്ക തുണ, തക്കതായ തുണ. ഒരു ഭർത്താവിന്റെ വളർച്ചയിൽ തക്കതായിരിക്കുന്ന തുണയാണെങ്കിൽ ഭാര്യയുടെ പങ്ക് വളരെ വലുതാണ്. ഭർത്താവ് തകരുന്നുണ്ടെങ്കിൽ അവിടെയും ഭാര്യയുടെ പങ്ക് വളരെ വലുതാണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. നമുക്ക് പരസ്പരം ആർക്കും അറിയത്തൊന്നുമില്ല. കുടുംബജീവിതത്തെ അറിയുന്ന സ്വർഗത്തിലെ ദൈവം പറയുക, നിന്റെ ഭാര്യ നിനക്കൊരു കിരീടവും നന്മയുമായിട്ടായിരിക്കുക. വീണ്ടും സദൃശവാക്യം 19:14 പറയുമ്പോൾ അത് ദൈവത്തിന്റെ ദാനമാണ് ഭാര്യ. അങ്ങനെ ദൈവത്തിന്റെ ദാനമായിരിക്കുന്ന ഭാര്യയെ ലഭിക്കുന്നവൻ ഭാഗ്യവാനാണെന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ ദാനം, ദൈവം ഭർത്താക്കന്മാർക്ക് കൊടുത്ത ദാനമാണ് ഭാര്യ.
അപ്പോൾ ഈ വിവാഹം എന്ന് പറയുന്നത് ദൈവം ആരംഭിച്ചതാണ്. അത് ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്, പരസ്പരം സ്നേഹിക്കുക. അവസാന നിമിഷം വരെയും കളങ്കമില്ലാത്ത സ്നേഹമുള്ളവരായിരിക്കുക. ചെറിയ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ സ്നേഹം എത്രമാത്രം വലുതാണ്. ഒരിക്കലും ഇവിടെ പറഞ്ഞ, ഞാൻ എപ്പോഴും കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാലും ആ ഒരു മനുഷ്യരെ ഞാൻ ചിന്തിക്കും. 2 ഹൈന്ദവരായിരിക്കുന്ന ആളുകൾ, ഒരു പ്രായമുള്ള മനുഷ്യനെ ഒരിക്കൽ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അച്ഛാ എൻ്റെ വീട്ടിലൊന്ന് വരുമോ? നമ്മുടെ എന്നെ കുഴപ്പമിരിക്കുന്നത്. അച്ഛനൊരു ദിവസം പറഞ്ഞു, ഞാൻ ഫ്രീ ആണെങ്കിൽ വരാം. അത് ഒരു കാര്യം പറഞ്ഞു, എൻ്റെ ഭവനം ഇരിക്കുന്ന ഒരു അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റ്. എന്നെ കുഴപ്പം, ഞാനും കൈക്കാരന്മാരും കൂടി, ആ പള്ളിയിലെ കൈക്കാരന്മാരും കൂടി ഒരു ദിവസം പറഞ്ഞാൽ അവരുടെ വീട്ടിൽ ചെന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, വീട്ടിൽ വരുമ്പോൾ ബാക്കി ഞാൻ സംസാരിക്കാം. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ഒരു കൊച്ചു വീടാണ്, 2 മുറിയും ഒരു തിണ്ണയും ഉള്ള ഒരു കൊച്ചു മുറി, നല്ല കൊച്ചു വീട്. അവിടെ ചെന്ന സമയത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ ഒരമ്മ വളരെ സന്തോഷത്തോടെ, പ്രായമുള്ള ഒരമ്മ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇരിക്കുന്നത് സാധാരണ ഒരു കസാരയ്ക്ക് മുകളിൽ മറ്റൊരു കസാര വെച്ചിട്ട്, ഫ്രണ്ടിൽ അദ്ദേഹം കൊല്ലപ്പണി ചെയ്യുന്ന ആളാണ്. ഫ്രണ്ടിൽ പൂട്ടൊക്കെയുള്ള കമ്പിയൊക്കെ ഇട്ട് പൂട്ടി അതിനകത്ത് ഇങ്ങനെ ഭദ്രമായിട്ടിരിക്കുക. അവർക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ ആ മനുഷ്യനോട് വിളിച്ച് തന്നെ ഇങ്ങനെ അത് പറയാൻ അച്ഛനോട് വരാൻ പറഞ്ഞു. അച്ഛാ 22 വർഷമായി. എത്ര വർഷം? 22 വർഷമായി. എനിക്ക് ഒരേ ഒരു മോനേ ഉള്ളൂ. ഈ അമ്മ താഴെ വീണ്, എൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, താഴെ വീണ് അവൾക്ക് നടക്കാൻ വയ്യാതായപ്പം അവളുടെ ഭർത്താവും ഭാര്യയും കൂടി ഞങ്ങളുടെ വീട് വിട്ട് ഒരു വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. നല്ല പ്രായമുണ്ട്. രാവിലെ ഞാൻ എഴുന്നേറ്റ് ഞങ്ങൾക്ക് 2 പേർക്കുമുള്ളതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ഇവിടെ ബാത്റൂമിൽ കൊണ്ടുപോയി, ഈ പൂട്ടൊക്കെ തുറന്ന് ഞാൻ എടുത്തുകൊണ്ടുപോയി ബാത്റൂമിൽ കൊണ്ടുപോയി ഇരുത്തി അവിടെ കുളിപ്പിച്ച് ആഹാരവും കൊടുത്തിട്ട് ഞാൻ ഈ കസാരയ്ക്കകത്ത് കയറ്റിയിരുത്തും. ലോക്ക് ചെയ്യും താഴെ വീഴാതിരിക്കാൻ. അത് ഞാൻ തൊട്ട് താഴെ ഉള്ളതായിരിക്കുന്ന എൻ്റെ പണിസ്ഥലത്ത് പോയിരിക്കും. കൃത്യം 12 മണിയാകുമ്പോൾ 2 പൊതിച്ചോറുമായിട്ട് ഞാൻ തിരിച്ചു കയറി വരും. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കും. വീണ്ടും ഞാൻ അവളെ ബാത്റൂമിലെല്ലാം കൊണ്ടുപോയി ആഹാരമെല്ലാം കൊടുത്ത് വീണ്ടും ക്ലീനാക്കി അവളെ അവിടെ കൊണ്ടിരുത്തും. കറക്റ്റ് 5 മണിക്ക് തിരിച്ചു വരും പലഹാരവുമായിട്ട്. 22 വർഷമായിച്ചാ ഇങ്ങനെ തുടങ്ങിയിട്ട്. 22 വർഷമായി. ഒരു കുറവും ആ പ്രിയപ്പെട്ട മക്കൾക്കില്ല. സന്തോഷമായിട്ടിരിക്കുക. ഞാൻ അവരിത് പറഞ്ഞ് കേട്ടപ്പോൾ എൻ്റെ കണ്ണിൽ കൂടി ഇങ്ങനെ കണ്ണുനീര് വന്നു. അവിടെ കുറേ സമയം ചെലവഴിച്ചു. ദൂരമൊന്നുമില്ല, ഇവിടെ അടുത്തൊരു സ്ഥലത്ത്. എപ്പം കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാലും ആ ഒരു പിതാവിൻ്റെ മുമ്പിൽ വന്നിങ്ങനെ നിൽക്കും. ഭാര്യയെ എന്നും രാവിലെ എടുത്തുകൊണ്ട് പോയി കുളിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവരുന്ന ഒരു ഭർത്താവ്. പറയാനായിട്ട് വളരെ ഈസിയാണ്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. എവിടെ നിൽക്കുന്നു കർത്താവിൻ്റെ സ്നേഹം അറിഞ്ഞ, നിത്യമായ സ്നേഹം അറിഞ്ഞ എൻ്റെയും നിങ്ങളുടെയും കുടുംബജീവിതം? എവിടെ നിൽക്കുന്നു കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് പിതാപുത്ര പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിന്റെ സന്തോഷ സമയത്തും സങ്കട സമയത്തും ഭാരങ്ങളുടെ സമയത്തും വേദനകളുടെ സമയത്തും നിന്നോട് കൂടെ ഇരിക്കുവാനായിട്ട് തന്നതായിരിക്കുന്ന ചില വാക്കുകളിലല്ലേ നമ്മുടെ സ്നേഹം കാണിക്കുന്നത്? അത് മൂട് ശരിയാണെങ്കിൽ ചില വാക്കുകളിൽ മാത്രം സ്നേഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും. കുടുംബജീവിതം അത് നിത്യമായിരിക്കുന്ന അക്കൗണ്ടിൽ ചേർക്കുന്ന ഒരു ജീവിതമാണ്. നമ്മളെല്ലാം ബാങ്കിൽ പണം നിക്ഷേപിക്കുന്ന ആളുകളാണ്. 1,00,000 രൂപ ഇട്ടാൽ 1,00,000 രൂപ എടുക്കാം. സ്നേഹമെന്ന് പറയുന്ന ഒരു നിക്ഷേപമാണ്. ആ നിക്ഷേപത്തിൽ നിന്ന് അല്ലാതെ എനിക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. 1000 രൂപ ഇട്ടിട്ട് 2,00,000 രൂപ എടുക്കാൻ പോകുന്ന ആളുകളാണ് ഞാൻ നിങ്ങൾ. പറ്റത്തില്ല. എന്തുമാത്രം നീ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ സ്നേഹം, അതിൽ നിന്ന് മാത്രമേ നിനക്ക് തിരികെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിന്റെ സംസാരം നീ ക്ലിയർ ചെയ്യും. അപ്പോൾ നിന്റെ ചിന്ത നീ ക്ലിയർ ചെയ്യും. സ്നേഹം നിക്ഷേപിക്കുക, സ്നേഹം പിൻവലിക്കാൻ പറ്റും, വിഡ്രോ ചെയ്യാൻ പറ്റും. സ്നേഹം നീ ഡെപ്പോസിറ്റ് ചെയ്യുക, സ്നേഹം നിനക്ക് പിൻവലിക്കാൻ പറ്റും. ഇല്ല എങ്കിൽ അത് നമുക്ക് ലഭിക്കുകയില്ല, വേണ്ട സമയത്ത് ലഭിക്കുകയില്ല. അതുകൊണ്ട് കർത്താവും ഭാര്യയും ഭർത്താവും മക്കളും ഇറങ്ങിയതായിരിക്കുന്ന ഒരു കുടുംബത്തിൽ ഈ നിത്യമായ സ്നേഹം നമ്മളെ വഴി നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സ്നേഹബന്ധം എവിടം വരെ ആയിട്ടുണ്ട്? നമ്മുടെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ എവിടം വരെ ആയിട്ടുണ്ട്?
ഇത് വലിയൊരു ഫെലോഷിപ്പ്, കർത്താവും ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായ വലിയൊരു ഫെലോഷിപ്പ്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട്, അത്യാവശ്യ സാമ്പത്തികമൊക്കെ ഉണ്ട്, നല്ല കുടുംബം കർത്താവ് തന്നിട്ടുണ്ട്. എന്നാൽ അതിനകത്ത് ഇഴചേർന്ന് നിൽക്കേണ്ടുന്ന, നമ്മെ ഒരുമിപ്പിച്ച് നിർത്തുന്ന സ്നേഹമില്ല എങ്കിൽ, ആ രസം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കണം, കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ആ സ്നേഹം കുറഞ്ഞു പോകുവാനായിട്ട് കർത്താവെ കാരണങ്ങൾ കണ്ടുപിടിച്ച് മാറ്റുവാൻ, അത് മാത്രമല്ല വീണ്ടും ആ സ്നേഹം നിക്ഷേപിക്കുവാൻ, ആ നിക്ഷേപത്തിൽ നിന്ന് വിഡ്രോ ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഏത് ഭാരം വന്നാലും, ഏത് പ്രയാസം വന്നാലും, ഏത് ദുർഘട സമയം വന്നാലും ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ഓർക്കണം. ദൈവം കൂട്ടിച്ചേർത്ത്, അതുകൊണ്ടാണ് പറയുന്നത് മനുഷ്യൻ വേർപിരിക്കരുത്. ദൈവത്തിൻ്റെ സന്നിധി ഡിവേഴ്സ് എന്ന് പറയുന്നത് ഇല്ല. നമ്മുടെ സ്നേഹബന്ധം ആ നിത്യമായിരിക്കുന്ന സ്നേഹബന്ധമായതുകൊണ്ടാണ് അതിന് ഡിവേഴ്സ് ഇല്ലാത്തത്, ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് കുറവുകളൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് പരിഭവങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും നീയാണ് ഞങ്ങളെ കൂട്ടിച്ചേർത്തത്, നീയാണ് ഞങ്ങളെ ഒന്നിപ്പിച്ചത്. ആ കൂട്ടായ്മ വിട്ടുപോകാതെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ, ഭാര്യയോടും ഭർത്താവിനോടുള്ള സ്നേഹത്തിൽ, കുഞ്ഞുങ്ങളോടുള്ള സ്നേഹത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഈ പ്രിയമക്കളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു, അടിയനെ സമർപ്പിക്കുന്നു. സ്നേഹത്തിൽ ധാരാളം കുറവുള്ള ഞങ്ങളെ കർത്താവിൽ നീ സ്നേഹിക്കുന്നതിനാണ് സ്തോത്രം. നമ്മുടെ കുടുംബത്തിലുള്ള സ്നേഹബന്ധനം അത് ദൃഢമാകുവാനിടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം, നമ്മുടെ സമൂഹത്തെ അനുഗ്രഹിക്കണം. സ്നേഹശൂന്യത കൊണ്ടിന്ന് ലോകം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ വക്താക്കളായി ഞങ്ങൾ രൂപാന്തരപ്പെടുത്തണം. മെശിഹാ തമ്പുരാൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ പിതാവേ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ക്രിസ്തുവിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.